24 വയനാട്. ബെയിലി പാലം യാഥാർത്ഥ്യമായതോടുകൂടി ഇനി നടപടികൾ വേഗത്തിലാകാൻ പോകുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തിരികെ എത്തിയ സംഘത്തിന് അവിടെയുള്ള പ്രദേശവാസികൾ കയ്യടിയോടെ സ്വീകരണം നൽകുന്നതാണ് നമ്മൾ കണ്ടത്. അത് ആ പ്രദേശത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ഒന്നാകെയുള്ള കയ്യടിയുമാണ്. നേരത്തെ ആ പാലത്തിന്റെ പ്രത്യേകതകൾ, അത് എത്രത്തോളം സഹായകമായി മാറാൻ പോകുന്നു ഇനിയുള്ള തെരച്ചിലിൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ഇനി വലിയ വാഹനങ്ങൾ, കൂടുതൽ സംവിധാനങ്ങൾ, ഹെവി ട്രക്ക്, കൂടുതൽ ഈ ദൗത്യസംഘത്തിൽപ്പെട്ട ആളുകളെയൊക്കെ മറുകരയിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാളത്തെ തെരച്ചിലിന് അല്പം കൂടി വേഗതയുണ്ടാകും എന്ന് കരുതുന്നുണ്ട്. അപ്പോഴും അവിടെ വലിയ ഒരാൾ പൊക്കത്തിലൊക്കെ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യം, വലിയ കെട്ടിടങ്ങൾ നിലംപൊത്തിയിരിക്കുന്ന സാഹചര്യം, വലിയ പാറക്കല്ലുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യം, അതിനിടയിലൊക്കെ നാളത്തെ തെരച്ചിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നേരത്തെ മന്ത്രിമാർ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. 6 മേഖലകളായി തിരിച്ചവിടെ നാളെ തെരച്ചിൽ നടക്കാൻ പോകുന്നു എന്നതടക്കം. നാളത്തെ സൈന്യത്തിൻ്റെ ആക്ഷൻ പ്ലാൻ, ദൗത്യസംഘത്തിൻ്റെ ആക്ഷൻ പ്ലാൻ, അത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ഷഫീ? നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബെയിലി പാലം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ, വാഹനങ്ങൾക്കടക്കം എത്തിപ്പെടാൻ വലിയ സഹായകരമാണ്. ആ സാഹചര്യത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് നാളത്തെ രക്ഷാപ്രവർത്തനം, നാളത്തെ തിരച്ചിൽ നടത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർ അവരുടെ ഉപസമിതി യോഗത്തിന് ശേഷവും സേനാ വിഭാഗങ്ങളുമായുള്ള യോഗത്തിന് ശേഷവും 6 മേഖല തിരിച്ച് മുണ്ടക്കൈയിൽ തിരച്ചിൽ നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് റഡാർ സംവിധാനം എത്തുന്നത്. ഇപ്പോൾ കാണാതായത് 206 പേരെയാണ്. പക്ഷെ അതൊരു ആക്യുറേറ്റ് കണക്കാണെന്ന് നമുക്കിപ്പോഴും കരുതാനാകില്ല. കാരണം കൂടുതൽ ആളുകളെ കാണാനില്ല എന്ന പരാതിയുമായ ആളുകൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തോട്ടമേഖലയിൽ പണിയെടുക്കാൻ വന്ന തൊഴിലാളികളടക്കമുള്ള അത്തരം ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന കാര്യം. ഈ മരണസംഖ്യ ഇനിയും കൂടുമെന്നുള്ള കാര്യത്തിലും നിലവിൽ ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ആ പ്രദേശത്ത് അത്രയും പേരായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനായിട്ടുണ്ട്. അവർ ഏത് ഭാഗത്താണ് എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള സംശയം. നാളെ ഈ 6 മേഖലകളായി തിരിച്ചുള്ള തിരച്ചിൽ സ്വാഭാവികമായും വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഈ നദി പോകുന്ന സ്ഥലങ്ങളിൽ ആ ഭാഗത്തടക്കം ചെറിയ രീതിയിലുള്ള തെരച്ചിലിന് ആർമിയും ഒരുങ്ങുന്നുണ്ട്. 1300-ലധികം സൈനികർ നാളെ ഈ തെരച്ചിൽ പങ്കെടുക്കുമെന്നും പറയുന്നുണ്ട്. ഈ ബെയിലി പാലം അത് യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ അപ്പുറത്തേക്ക് നമുക്ക് ആർമിയുടെ വാഹനങ്ങളും ആംബുലൻസ് വാഹനങ്ങളും കൂടാതെ ഈ പ്രാദേശികമായിട്ടുള്ള രക്ഷാപ്രവർത്തന ദൗത്യപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളും എത്തിക്കാൻ കഴിയും. മുണ്ടക്കൈ, മേൽമുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ആ വാഹനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്താൻ കഴിയും. ഈ തകർന്ന വീടുകൾ, മണ്ണ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, ഈ പാറക്കല്ലടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്കിനിയും യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പരിശോധന ആവശ്യമാണ്. അത് നാളെ ഉണ്ടാകും. നാളെ 6 മണിക്ക് വീണ്ടും പരിശോധന ആരംഭിക്കും എന്നാണ് ആർമി സംഘവും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളവരും പറയുന്ന കാര്യം. റീജിത്ത നൽകുകയായിരുന്നു. ഇനി നാളത്തെ തെരച്ചിലിലേക്കാണ്, നാളത്തെ ദൗത്യത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. പുഞ്ചിരിമട്ടത്ത് നാളെ പ്രത്യേക തെരച്ചിൽ, അതുപോലെ മുണ്ടക്കയുടെ വിവിധ മേഖലകളിൽ ആരെങ്കിലും മണ്ണിനടിയിലുണ്ടോ എന്നുള്ള കാര്യം, ജീവൻ്റെ തുടിപ്പ് തേടിയുള്ള തെരച്ചിൽ നടക്കാൻ പോകുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ, വലിയ പാറക്കെട്ടുകൾക്കിടയിലൊക്കെ അവിടെ തെരച്ചിൽ നടക്കാൻ പോവുകയാണ്. അതിനിടയിൽ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി എത്രത്തോളം സഹായകമാകും തുടർന്നുള്ള നടപടികൾ എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. ബെയിലി പാലത്തിന് മുമ്പിൽ നിന്ന് എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ് നമ്മൾ. ചൂരൽമലയും മുണ്ടക്കയും ബന്ധിപ്പിക്കുന്ന ഈ ബെയിലി പാലം യഥാർത്ഥത്തിൽ ഒരു പാലം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാധാന്യം അതിനുണ്ട്. ആർമിയുടെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ വേഗത്തിൽ ചെയ്തു തീർത്ത ഒരു ജോലി. യഥാർത്ഥത്തിൽ വലിയ ദുരന്തം നേരിട്ട ഒരു നാട് തിരിച്ചു വരുന്നതിൻ്റെ സൂചന അതായി അങ്ങനെ വേണം നമുക്ക് ഈ പാലത്തെ വിശേഷിപ്പിക്കാൻ. 2 മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല ഈ പാലം ചെയ്യുന്നത്, തിരിച്ചുവരവിനുള്ള ത്രാണിയുണ്ട്, ശേഷിയുണ്ട് എന്ന് ഈ നാട് ഈ പാലം
നിർമ്മാണത്തിലൂടെ തെളിയിക്കുകയാണ്. ഇവിടേക്ക് നിത്യസഹായം എത്തിക്കാം, ആംബുലൻസുകൾക്ക് പോകാം, യന്ത്രസാമഗ്രികൾ കൊണ്ടുപോകാം. അങ്ങനെ രക്ഷാദൗത്യത്തിന് മുണ്ടക്കയിലൊക്കെ നടക്കുന്ന രക്ഷാദൗത്യത്തിന് വളരെ നിർണായകമാകും ഈ പാലം എന്നതിൽ തർക്കം വേണ്ട. തന്നെയുമല്ല, ഈ മുണ്ടക്കൈ ഭാഗത്തുള്ളവർക്ക് ചൂരൽമലയിലേക്ക് വരാനുണ്ടായിരുന്ന ഏക ഉപാധി ഈ പാലം മാത്രമായിരുന്നു. ഈ ഉരുൾപൊട്ടലിന് മുമ്പ് വരെ അവർ രാവിലെ ഇവിടെ വരുന്നു, മേപ്പാടിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൽപ്പറ്റയിലേക്ക് പോകുന്നു. അങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഈ ബെയിലി പാലം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആ പാലം ഒഴുകി, അത് പൊളിഞ്ഞ് ഒഴുകി വളരെ കഷ്ണങ്ങളായി ദൂരെ ഒരു സ്ഥലത്തേക്ക് ആ പാലം ഇപ്പോൾ ഏതാണ്ട് കോൺക്രീറ്റ് പാളികൾ മാത്രമായി കിടക്കുകയാണ്. അങ്ങനെ ഈ ദുരന്തം ആകെ തുടച്ചു നീക്കപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളുടെ കരസേനയുടെ മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു പാലം വളരെ വേഗത്തിൽ സജ്ജമാക്കി. അവർ പറഞ്ഞതിലും വേഗത്തിൽ അത് യാഥാർത്ഥ്യമാക്കുകയും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് രക്ഷാപ്രവർത്തകർക്ക് കൂടുതലായി പോകാൻ കഴിയും, പ്രതിസന്ധികളില്ലാതെ. ആളുകളെ നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പാലത്തിലൂടെ വളരെ സാഹസികമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കരയിലേക്ക് കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഒരു ദിവസം മുഴുവൻ അങ്ങനെ കൊണ്ടുവരാൻ കാത്തിരിക്കേണ്ടി വന്നു അത്തരമൊരു പാലം ഉണ്ടാക്കാൻ. അത്തരമൊരു പ്രതിസന്ധി നേരിട്ട ഒരു നാടാണ് വലിയ തിരിച്ചുവരവ് നടത്തുന്നത്. ഇനിയപ്പോൾ ഇവിടെ ഒരു സ്ഥിരം പാലം ഒക്കെ ഉണ്ടാകണം. അത് പക്ഷേ എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല, എത്ര നാൾ പിടിക്കുമെന്നറിയില്ല. അതുവരെ ഈ രണ്ട് നാടുകൾ, ഇപ്പോൾ മുണ്ടക്കൈക്കും ഈ കരയ്ക്കും, അതായത് ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിനും മേഖലയ്ക്കും ഒരുമിച്ച് അവർക്ക് കാണുന്നതിന്, അവർക്ക് സംസാരിക്കുന്നതിന്, അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം ആയ ഒരു പാലമായി ഇത് മാറുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും. അത് അവരുടെ ജീവിതത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. അത്തരത്തിലാണ് വളരെ വേഗത്തിൽ, നേരത്തെ ആർമി പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ആർമി ഉന്നത ഉദ്യോഗസ്ഥർ ഒരു സ്കോർപിയോ വാഹനം, ഒരു ജീപ്പ് ഓടിച്ചാണ് ആ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സേനാംഗങ്ങളാണ് കഴിഞ്ഞ ഏതാണ്ട് മണിക്കൂറുകളായി, എത്രയോ തുടർച്ചയായ മണിക്കൂറുകളിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് ഈ പാലം യാഥാർത്ഥ്യമാക്കിയത്. ഇന്നലെ ഏതാണ്ട് ഒരു പുലർച്ചെ 3 മണിവരെയൊക്കെ അവരിവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഇപ്പോഴത് പൂർത്തിയാക്കി, ആ ജോലി പൂർത്തിയാക്കി ആ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ പല ഭാഗങ്ങളിലും ഇത്തരം ദുരന്തമുണ്ടാകുന്ന മേഖലകളിലൊക്കെ ഇത്തരം പാലങ്ങൾ പണിയുന്നുണ്ട്. അത് ആ മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ ആകെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സേനാ വിഭാഗങ്ങളാണ് ആ പാലം നിർമ്മാണത്തിൽ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിലൊക്കെ വലിയ ജോലി ചെയ്തത്. അവർക്ക് ഇവിടെയുള്ള നമ്മളുടെ സിവിലിയൻ ആളുകൾ എന്ന് വെച്ചാൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന നാട്ടുകാരൊക്കെ ഒരു ബിഗ് സല്യൂട്ട് നൽകുന്ന ഒരു കാഴ്ച കൂടി നമ്മളിവിടെ കണ്ടു. വലിയ ഈ ദുരന്തത്തിൻ്റെ വലിയ ഭീതിജനകമായ ആ സമയത്ത് പോലും ആശ്വാസം നൽകുന്ന, സാന്ത്വനം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു പാലം എന്നതിനപ്പുറത്തേക്കും ഒരു ആത്മവിശ്വാസം, തിരിച്ചുവരവിന്, ഒരു ദുരന്തം നേരിട്ട നാടിന് തിരിച്ചുവരവിന് ശേഷിയുണ്ട് എന്നതുകൂടിയാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. എസ് വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ നാടിന് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി മാറുന്നു അത്. ഉരുൾപൊട്ടൽ ബാധിച്ചത് വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെയാണ് എന്നാണ് കണക്കുകൾ പുറത്തു വന്നത്. മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും തെരച്ചിൽ നടക്കുകയാണ്. ആർമിയുടെ 500 പേർ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ തെരച്ചിലിനായി ഉണ്ടായിരുന്നു. ജീവനോടെ കണ്ടെത്തിയ എല്ലാവരെയും ഇതിനോടകം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൈന്യം അറിയിച്ചത്. പക്ഷേ ഒറ്റപ്പെട്ട മേഖലകളിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള തിരച്ചിലുമുണ്ടാകും. 3 സ്നിഫർ നായകളും തിരച്ചിലിൻ്റെ സഹായത്തിനായി ഉണ്ടായിരുന്നു. മുണ്ടക്കയിലേക്ക് യന്ത്രോപകരണങ്ങൾ എത്തിക്കാൻ പാലം പണിയൽ, അതായിരുന്നു ഏറ്റവും പ്രധാനം. അതിന്ന് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ കൂടി അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ തിരച്ചിൽ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് കരുതുന്നത്. കേരള പോലീസിൻ്റെ സഹായം, ഫയർഫോഴ്സിൻ്റെ സഹായം, NDRFിൻ്റെ സഹായം, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന സൈന്യത്തിൻ്റെ നീക്കങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ കണ്ടത്. ഇന്ന് പുറത്തു വന്നതിൽ വളരെ വേദനാജനകമായൊരു കണക്ക് അത് കാണാതായ കുട്ടികളുടേതായിരുന്നു. 29 കുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. വെള്ളാർമല പ്രദേശത്ത് 2 സ്കൂളുകളിൽ നിന്നും, മേപ്പാടി ഭാഗത്തെ 2 സ്കൂളുകളിൽ നിന്നുമായി ആകെ 29 വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. 2 സ്കൂളുകളാണ് ഈ ഉരുൾപൊട്ടിയ ഭാഗത്തുണ്ടായത്. അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു.
ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്ന് 11 കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. കാണാതായ 29 കുട്ടികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുഴുവൻ കുട്ടികളുടെയും വിശദാംശങ്ങൾ, ഈ കാണാതായ കുട്ടികളുടെയൊക്കെ വിശദാംശങ്ങൾ ശേഖരിക്കുന്ന നടപടികൾ ഒരു ഭാഗത്ത് തുടരുന്നുമുണ്ട്. മൃതദേഹം കിട്ടിയാലുടൻ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കം, അത് സംബന്ധിച്ച നിർദ്ദേശം ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി ആ നടപടികൾ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് കൂടുതൽ സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അത് എത്തിക്കേണ്ട നടപടികൾ നടക്കുന്നു. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ അത് വേണ്ട രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വലിയ ഹൃദയം തകർന്നാണ് അവിടെയൊക്കെ ആളുകൾ കഴിയുന്നത്. ഇപ്പോഴും അവർക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു ആയുസ് കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഒരു ദിവസം കൊണ്ട് നഷ്ടമായി പോയതാണ്. അതിൽ തന്നെ സമ്പാദ്യമെല്ലാം നഷ്ടമായിരിക്കുന്നു. ഈ ക്യാമ്പിൽ നിന്ന് ഇനി തിരികെ എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അവിടെയാണ് പുനരധിവാസത്തിൻ്റെയൊക്കെ പ്രസക്തി, അതിന് സ്വീകരിക്കുന്ന നടപടികൾ, അതിൻ്റെ പദ്ധതികളൊക്കെ ശ്രദ്ധേയമാകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഉറ്റവരെ തിരഞ്ഞ് ഒരുപാട് പേർ, ഒരു വീട്ടിൽ തന്നെ ഒരാൾ മാത്രം ബാക്കിയായി പോകുന്ന കാഴ്ച, അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണത്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല. തുടർച്ചയായി 3 ദിവസങ്ങളായി ഈ കാഴ്ചകൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ ഒന്നാകെയുള്ള വേദനയായി മാറുകയാണ്. വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളാണ് ഉരുൾപൊട്ടലിൽ തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് കണക്ക്. കാണാതായ ആളുകളെ കണ്ടെത്താൻ പ്രത്യേക നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്.